ഹായ്, ഇന്നത്തെ ഈ ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ്റെ വീഡിയോയിൽ കൂടുതലായി ലോഗ്സിനെ കുറിച്ച്, പിന്നെ യൂസർ അഡ്മിനിസ്ട്രേഷൻ, ഫയർവാൾ, പിന്നെ ബാക്കപ്പ് എന്നിവയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ലോഗ്സ് മുഖേന നമുക്ക് എല്ലാ ഈവൻറ്റുകളും നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതായത് എറർ നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പല സിസ്റ്റം ലോഗ്സ്, ഓതറൈസേഷൻ ലോഗ്സ്, ഡിമൻ ലോഗ്, ഓക്കെ, അതേപോലെ തന്നെ ഓഡിറ്റ്, നെറ്റ്വർക്ക് ലോഗ്, ഡീബഗ് എല്ലാതും ഇതിൽ ലഭ്യമാണ്. ഓക്കെ, എന്തെങ്കിലും ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോഗ് കാണാം. ഓക്കെ, മാൻ ഡി മെസ്സേജ്, അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻറ്റ് ആൻഡ് കൺട്രോൾ കാനൽ റിംഗ് ബഫർ. ജസ്റ്റ് നമുക്ക് അതിന് ആ കമാൻഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഡി മെസ്സേജ് കോളൻ, പിന്നെ പൈപ്പ്, പിന്നെ മോർ, പിന്നെ അതേപോലെ തന്നെ ലെസ്. അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ നമുക്കതിൽ കാണാൻ സാധിക്കും. പിന്നെ വാർ ലോഗ് എന്ന ഫോൾഡറിലാണ് എല്ലാ ലോഗുകളും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെയിൽ ഐഫൺ എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്ത് വന്നിരിക്കുന്ന ലോഗുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് പോകാം. സി ഡി വാർ ലോഗ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയും ലോഗുകൾ നമുക്ക് ലഭ്യമാണ്, കാണാൻ സാധിക്കും. ഓക്കെ, സിസ് ലോഗ്, കാനൽ ലോഗ്, ടി പി കെ ജി ലോഗ്, ആൾട്ടർനേറ്റ് ലോഗ്, എല്ലാ ലോഗുകളും നമുക്ക് ഇത് കാറ്റ് അല്ലെങ്കിൽ ടെയിൽ വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു ഏതാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ലോഗ്, ഫെയിൽ ലോഗ്, സിസ് ലോഗ്. സിസ് ലോഗിൽ ഒരുവിധ ഇൻഫോർമേഷൻ നമുക്ക് ലഭ്യമാണ്. ഓക്കെ, ഇപ്പം നേരത്തെ നമ്മൾ കറക്റ്റായിട്ട് ലോഗിൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്മാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ഇൻഫോർമേഷനെല്ലാം നമുക്ക് അതിൽ ലഭ്യമാകും. ഇപ്പോൾ ഏതെങ്കിലും നമ്മൾ എന്തെങ്കിലും ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ആ ലോഗുകൾ നമുക്കതിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങളിതിൽ ഓരോന്നും നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ കൂടുതൽ ഇൻഫോർമേഷൻ നമുക്ക് ലഭ്യമാകും. ഓക്കെ, എന്തെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കാം എല്ലാ ലോഗുകളും. ഈ ലോഗുകൾ മുഖേന നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എന്തെങ്കിലും കോൺഫിഗറേഷൻ ചെയ്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ, എന്തെങ്കിലും ഷെഡ്യൂളറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആണ്, എല്ലാ ഇതുകളും നമുക്ക് ഈ ലോഗ്സ് മുഖേന നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ വിൻഡോസ് മെഷീനിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈവൻറ്റ് ലോഗർ ഉണ്ടല്ലോ, അതേപോലെ തന്നെ അതിൽ തന്നെ നമുക്ക് സിസ്റ്റം, അതുപോലെ നെറ്റ്വർക്കിംഗ്, അതുപോലെ ബൂട്ടിങ്, ആപ്ലിക്കേഷൻ റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ഇതിലും ലഭ്യമാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നെറ്റ്വർക്ക് മാനേജർ റിലേറ്റഡ് ആയിട്ടുള്ള ലോഗ്സുകൾ നമുക്ക് ജസ്റ്റ് ഇൻ്റർഫേസ് എന്തെങ്കിലും അപ്പ് ഡൗൺ, അതേപോലെ തന്നെ പുതിയതായിട്ട് എന്തെങ്കിലും ഓതൻറ്റിക്കേഷൻ അങ്ങനത്തെ ഇഷ്യൂസ് അല്ലാതെ ഇതിൽ കാണിക്കും. ഇപ്പം നമ്മൾ ഏതെങ്കിലും വൈഫൈ അല്ലെങ്കിൽ ഏതിലാണ് കണക്ട് ചെയ്യുന്നത്, എന്താണ് IP അഡ്രസ് വരുന്നത് എന്നിവ എല്ലാം ഇതിൽ കാണാൻ പറ്റും. ജസ്റ്റ് നമുക്കൊന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. സോറി, കാണുമ്പോൾ നോക്കിയേ, സ്റ്റേറ്റ് ഈസ് കണക്റ്റഡ്, അതിൽ ഏത് IP അഡ്രസ് കിട്ടിയിട്ടുള്ള IP അഡ്രസ്സ്, അതേപോലെ എത്ര ടൈം, ലീസ്റ്റ് ടൈമോ, DHCP മുഖേന കിട്ടിയുള്ള IP അഡ്രസ്സാണത്. ജസ്റ്റ് നമുക്ക് ഇൻ്റർഫേസ് ഡൗൺ ആക്കി നോക്കാം. ഏതാണ് IP അഡ്രസ് നമുക്ക് ഇരിക്കുന്നത്, 10.0.2.15. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഇൻ്റർഫേസ് ഡൗൺ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ ഇൻ്റർഫേസ് ENP0S3 എന്നാണ് നമ്മളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാനുവലായിട്ട് ഡൗൺ ചെയ്യണം. മാനുവലായി ഡൗൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ അതിൻ്റെതായ നോട്ടിഫിക്കേഷൻ വന്ന് ഡൗൺ ആണെന്നുള്ളത്. കൂടാതെ ഈ ലോഗിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഇത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഞാനിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഇതെല്ലാം കാര്യം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോഗ് മുഖേന നമുക്ക് എല്ലാതും ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലോഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് തീർച്ചയായിട്ടും ലിനക്സിൽ.
അതിൽ ബൂട്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലോഗുകളും നമുക്ക് ലഭ്യമാണ്. ഓക്കെ, നിങ്ങൾ തീർച്ചയായിട്ടും ഓരോന്നോരോന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്തതായിട്ട് ഇതിൽ നമുക്ക് യൂസർ ക്രിയേഷൻ എങ്ങനെയാണ് യൂസറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ടെസ്റ്റ് പ്രോംപ്റ്റിൽ, അതായത് ടെർമിനലിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കി. എന്നിരുന്നാലും നമ്മൾ ഗ്രാഫിക്സിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ യൂസർ നെയിം മാംഗോ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. മാംഗോക്ക് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു. പിന്നെ മാംഗോയ്ക്ക് നമുക്ക് എന്തൊക്കെ പെർമിഷൻസ് നമുക്ക് കൊടുക്കണം, അഡ്മിനിസ്ട്രേഷൻ പെർമിഷൻ കൊടുക്കണോ, അതേപോലെ തന്നെ കസ്റ്റമൈസ് ആയിട്ടുള്ള എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അതുപോലെ ഏത് ലൊക്കേഷനിലുള്ള ആളാണ് ഈ മാംഗോ, അവൻ്റെ ഫോൺ നമ്പർ എന്താണ്, പിന്നെ യൂസർ പ്രിവിലേജ് അഡ്വാൻസിൽ ഏത് യൂസറൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ സെറ്റാക്കാം. ഇപ്പോൾ യൂസർ പ്രിവിലേജ് എന്താ ആൾക്ക് പ്രിൻ്റർ കോൺഫിഗർ ചെയ്യാൻ, അതുപോലെ ഈ കാണുന്ന ഓപ്ഷൻസൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ഒരു സെർവർ ലെവലിൽ വരുന്ന സെറ്റപ്പുകളാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൻ്റെ പ്രൊഫൈൽ എവിടെ ഇരിക്കുന്ന ഹോം ഡയറക്ടറി കാര്യങ്ങളൊക്കെ. ഈ അക്കൗണ്ട് നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് യൂസറായിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ആൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ നമ്മൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുത്താൽ അവൻ വീണ്ടും ബൂട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അവന് പാസ്വേഡ് റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവൻ്റെ ഹോം ഡയറക്ടറി home/mango, അപ്പോൾ അതിലായിരിക്കും അവൻ്റെ പ്രൊഫൈൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ വീണ്ടും നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ ഡെസ്ക്ടോപ്പ് യൂസർ അങ്ങനെ വേണമെങ്കിലും സ്വിച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വേറെ ഓപ്ഷൻസ്, നെറ്റ്വർക്കിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നെറ്റ്വർക്കിൽ വന്നിട്ട് നമുക്ക് ഹോസ്റ്റ് നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാം, അതുപോലെ DNS IP അഡ്രസ് നമുക്ക് ചേഞ്ച് ചെയ്യാം, പിന്നെ IP അഡ്രസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ സാധിക്കും നെറ്റ്വർക്ക് സെറ്റിങ്സിൽ. അല്ലെങ്കിൽ തന്നെ IF കോൺഫിഗ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഗ്രാഫിക്സിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നെറ്റ്വർക്ക് സെറ്റിംഗ് നമുക്ക് ഗ്രാഫിക്സ് മോഡിൽ ഇങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ. ഹാർഡ്വെയറിൽ ഫയർവാൾ കോൺഫിഗറേഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ ടെർമിനലിൽ, അതായത് ടെസ്റ്റ് മോഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ നോക്കി. ഇനി നമുക്ക് ഈ ഗ്രാഫിക്സ് മോഡിൽ, അത് GUI മോഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ എങ്ങനെ പബ്ലിക് വേണോ, അതേപോലെ സ്റ്റാറ്റസ് ഓൺ ഓഫ്, അതുപോലെ ഇൻകമ്മിങ് ആണോ, ഇൻകമ്മിങ്ങിനെ അലോ ചെയ്യണോ, ഡിനീ ചെയ്യണോ, പിന്നെ ഔട്ട് ഗോയിങ്. ഓക്കെ, ഈ കാര്യങ്ങൾ ലഭ്യമാണ്. പിന്നെ ഇതിൽ കണ്ടപ്പോൾ പ്ലസ് മൈനസ്, അതിൽ നമുക്ക് ഓരോന്ന് ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു പുതിയ റൂട്ട് ഏതെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പോർട്ട് നമ്പർ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ പ്രീ കോൺഫിഗർ ആയിട്ടുള്ളതുണ്ട് സിമ്പിൾ, പിന്നെ അഡ്വാൻസ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു സോഴ്സ്, ഒരു പോർട്ട് ആഡ് ചെയ്യാം. അഡ്വാൻസ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സോഴ്സ്, ഏത് ഡെസ്റ്റിനേഷൻ എന്നീ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ HTTP പോർട്ട് നമ്പർ 80 പോളിസി അലോ ചെയ്യുന്നു, ഇൻകമ്മിങ്, അല്ലെ പ്രോട്ടോകോൾ UTP ആൻഡ് TCP, ഈ രണ്ടും ഞാൻ ആഡ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ അതിൽ 80 ഇല്ലേ പോർട്ട്, അപ്പോൾ നമ്മളതിനെ ആഡ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഈ ഗ്രാഫിക്സ് ടെസ്റ്റ് മോഡിൽ പോയിട്ട് നോക്കാം. UFW sudo UFW സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആഡ് ആയിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും IPv4 ഉണ്ട്, IPv6 രണ്ട് എനേബിൾ ആയിട്ടിരിക്കുകയാണ്. പോർട്ട് നമ്പർ 80.
നമുക്ക് HTTPS ഓക്കെ 443 അത് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ടത് വീണ്ടും ടെസ്റ്റ് മോഡിൽ പോയിട്ട് ആഡ് ആയിട്ടുണ്ടോ നോക്കാം. ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് ഫയർവാളിനകത്ത് പോർട്ടുകൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ആഡ് ആയിട്ടുണ്ട്. അതായത് ഏത് സോഴ്സിൽ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാലും അവൻ അലോ ചെയ്യും. ഇനി ബാക്കപ്പ് എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇതിൽ ഒന്നും നമുക്ക് ഷെഡ്യൂൾ ടാസ്ക് വേണമെങ്കിലും ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ആദ്യത്തെ നമ്മൾ എടുക്കുമ്പോൾ മാനുവലായിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രൊഫൈൽ എല്ലാ കാര്യങ്ങളും ബാക്കപ്പ് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതൊക്കെയാണ് ബാക്കപ്പ് എടുക്കുന്ന പ്രൊഫൈൽ ഇതാണ് ഡാറ്റ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ എടുത്ത ബാക്കപ്പ് വീണ്ടും നമുക്ക് റീസ്റ്റോർ ചെയ്യാം. ബാക്കപ്പ് കംപ്ലീറ്റഡ്. ഞാൻ എടുത്ത വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റീസ്റ്റോർ ചെയ്യാം. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതെങ്ങനെ റീസ്റ്റോർ ചെയ്യാം. അപ്പോൾ ഈ ഫോൾഡറിൽ പോയിട്ടാണ് നമ്മൾ ബാക്കപ്പ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നതും. ഫസ്റ്റ് മെയിൻ ബാക്കപ്പ് എടുക്കാം, അത് കഴിഞ്ഞിട്ട് ഇൻക്രിമെന്റൽ ബാക്കപ്പ് എടുക്കാം. ഓക്കെ, ഡെയിലി ബാക്കപ്പ് എടുക്കാം. അതിൽ വേണമെങ്കിൽ നമുക്ക് ഷെഡ്യൂളും ചെയ്യാം ഈ ബാക്കപ്പ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ബാക്കപ്പിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ലോഗിനെ കുറിച്ച് മനസ്സിലാക്കി യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ നെറ്റ്വർക്കിംഗ്, അതായത് IP അഡ്രസ് എങ്ങനെ സെറ്റ് ചെയ്യാം, കൂടാതെ ഫയർവാളിൻ്റെ സെറ്റിങ്സ്, ബാക്കപ്പ്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ പ്രോക്സിയിലാണ് വെച്ചാൽ നമുക്ക് പ്രോക്സി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പ്രോക്സി IP അഡ്രസ് ഏതാണ്, പോർട്ട് നമ്പർ. ഇപ്പോൾ കസ്റ്റമൈസ് ആയുള്ള പോർട്ട് നമ്പർ, കസ്റ്റമൈസ് ആയുള്ള പോർട്ട് നമ്പർ, അല്ലെങ്കിൽ 880 ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോക്സീസർ വെച്ചാൽ ആ പ്രോസീസറിൻ്റെ IP അഡ്രസ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് പ്രോക്സി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വക ഇൻഫർമേഷനൊക്കെ പുതിയതായിട്ട് വരുന്ന ലിനക്സ് എല്ലാ ചില യൂസേഴ്സിന് വളരെ പ്രയോജനകരമായ രീതിയിലാണ് ഇത് പറയുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ അത് മാത്രമല്ല, സെർവർ ലെവൽ അഡ്മിനിസ്ട്രേഷൻ ആയാലും നമുക്ക് ഈ ഇൻഫർമേഷനൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സിനെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടാതെ ഞാൻ നല്ല നല്ല വീഡിയോ, നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഞാൻ നല്ല നല്ല വീഡിയോകൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതാണ്. പുതിയ സബ്ജക്റ്റുകളായി വരും. സൈബർ സെക്യൂരിറ്റി, ലിനക്സ് മാത്രമല്ല, സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും, പിന്നെ സിസ്കോ, മൈക്രോസോഫ്റ്റ് എന്നീ സബ്ജക്റ്റുകൾ, പിന്നെ എൻ്റെ വർക്ക് എക്സ്പീരിയൻസും ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ സ്കാഡ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും അതുപോലെ നെറ്റ്വർക്കിലും എല്ലാം ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതാണ്. Okay, thanks for watching my video.